സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രാർത്ഥനാപൂർവം ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് കണ്ണുകളടച്ച് കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ മണിക്കൂറിൽ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനത്തിൻ്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, അങ്ങയുടെ തിരുവചനങ്ങൾ ധ്യാനിക്കുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ ആത്മാവിലേക്ക് അനുതാപത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും അരൂപി അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ അഭിഷേചിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഹമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോയിൽ വളരെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തൈലാഭിഷേകത്തെ പറ്റിയുള്ള ധ്യാന ചിന്തകളാണ്. സുവിശേഷങ്ങളിൽ 3 സുവിശേഷകന്മാർ, മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 6 മുതൽ 12 വരെയും, മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 3 മുതൽ 9 വരെയും, യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ് ബഥാനിയയിലെ തൈലാഭിഷേകത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ബഥാനിയ എന്ന് പറയുന്ന സ്ഥലം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു സ്നേഹിച്ചിരുന്ന ലാസറിൻ്റെ കുടുംബം, മർത്തായും മറിയവും ലാസറും അടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്നത് ബഥാനിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. യേശുവിൻ്റെ യാത്രകൾക്കിടയിൽ ഈശോ വിശ്രമിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും പ്രാർത്ഥിക്കാനുമൊക്കെ സമ്മേളിച്ചിരുന്ന, കയറി ചെന്നിരുന്ന കുടുംബമായിരുന്നു ലാസറിൻ്റെ കുടുംബം. ഇങ്ങനെ ബഥാനിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈശോ കടന്നു വരുമ്പോൾ അവിടെ ഫരിസേയനായ ശിമയോൻ്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്ന തൈലാഭിഷേകത്തെ പറ്റിയാണ് യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിലും നമ്മൾ വായിക്കുന്നത്. തിരുവചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് പെസഹായ്ക്ക് 6 ദിവസം മുമ്പാണ്. നമുക്കിങ്ങനെ ചിന്തിക്കാം: യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം വെള്ളിയാഴ്ചയാണെങ്കിൽ ഈ ബഥാനിയയിലെ തൈലാഭിഷേകം നടക്കുന്നത് ദുഃഖവെള്ളിക്ക് 6 ദിവസം മുമ്പാണ്. എന്ന് പറഞ്ഞാൽ തലേ ശനിയാഴ്ച വൈകിട്ട് ഈശോ ഫരിസേയനായിട്ടുള്ള ശിമയോൻ്റെ ഭവനത്തിൽ ഇരിക്കുമ്പോഴാണ് പാപിനിയായൊരു സ്ത്രീ ആ ഭവനത്തിലേക്ക് കയറി വന്ന് യേശുവിൻ്റെ പാദത്തിനരികിൽ ഇരുന്ന് അവൾ അനുതാപത്തിൻ്റെ കണ്ണുനീർ കർത്താവിൻ്റെ കാൽക്കൽ വീഴ്ത്തി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടച്ച് സുഗന്ധതൈലം പൂശി
രക്ഷയിലേക്കും കൃപയിലേക്കും അവൾ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ തൈലാഭിഷേകം നടക്കുന്ന ഈ പശ്ചാത്തലം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയമാണ് ഈ തൈലാഭിഷേകത്തിൻ്റെ ഈ കാലയളവ് എന്ന് പറയുന്നത്. കാരണം പിറ്റേ ദിവസം ഓശാന വിളികളുടെ മധ്യേ ഈശോ ജെറുസലം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. യേശുവിനെ ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന് വിളിച്ച് ദൈവജനം മുഴുവനും ആർപ്പ് വിളിച്ച് ദേവാലയത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കുന്നു. ദേവാലയത്തിൽ പ്രവേശിക്കുന്ന ഈശോ അവിടെ കാണുന്ന എല്ലാ കച്ചവടക്കാരെയും പുറത്താക്കുകയും ജെറുസലം ദേവാലയം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവിടുന്ന് അവിടെയുള്ളവരോട് പറയുന്നു, നിങ്ങൾ ഈ ആലയം തകർക്കുക, 3 ദിവസത്തിന് ശേഷം ഞാനതിനെ ഉയർപ്പിക്കും, പുനരുദ്ധരിക്കും. തൻ്റെ ഉയർപ്പിനെക്കുറിച്ച് ഈശോ അവിടെ പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് കർത്താവ് പെസഹ വിരുന്നിൽ പങ്കെടുക്കുന്നു. അന്ത്യത്താഴത്തിനിടയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറയുന്നു. അങ്ങനെ പുതിയ നിയമത്തിലെ ഉടമ്പടി കർത്താവ് സ്ഥാപിക്കുകയാണ്. പാനപാത്രമെടുത്ത് അത് ആശീർവദിച്ച് വിളമ്പിക്കൊണ്ട് അവരോട് പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിലുള്ള നിങ്ങളുടെ ഭാഗഭാഗിത്വമാണ്, ഇത് വാങ്ങി നിങ്ങൾ കുടിക്കുവിൻ എന്ന് കർത്താവ് പറയുന്നു. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെപ്പറ്റി നമ്മളവിടെ വായിക്കുകയാണ്. ഈശോ പിന്നീട് ഗെത്സമേൻ തോട്ടത്തിലേക്ക് സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം പോവുകയും പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് കുരിശുമരണത്തിന് വേണ്ടി ഒരുങ്ങി കാൽവരിയിലേക്ക് കുരിശുമായി നീങ്ങി ഗാഗുൽത്തായിൽ യാഗമായി തീരുകയാണ്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അതിപ്രധാനമായിട്ടുള്ള എപ്പിസോഡുകൾ, ജീവിതത്തിൻ്റെ സംഭവങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ബഥാനിയയിലെ തൈലാഭിഷേകം. ഒന്നാമതായി യേശുക്രിസ്തുവിൻ്റെ ദേവാലയ പ്രവേശനം, ശുദ്ധീകരണം. രണ്ടാമതായി പെസഹ ആചരണവും വിശുദ്ധ കുർബാന സ്ഥാപനവും. മൂന്നാമതായി അവിടുന്ന് കുരിശിലേക്ക് യാഗമായി തീരുന്ന ബലിയർപ്പണവും. ഇങ്ങനെ ഈ 3 കാര്യങ്ങളുടെ മുന്നാസ്വാദനമായി, മുന്നൊരുക്കമായിട്ട് ബഥാനിയയിലെ തൈലാഭിഷേകം നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു തിരിച്ചറിവ് നൽകുവാൻ പാകത്തിന് ബഥാനിയയിലെ തൈലാഭിഷേകം ഒത്തിരിയേറെ ധന്യമായിട്ടുള്ള സുവിശേഷ ചിന്തകളാൽ നിറഞ്ഞതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ആ പട്ടണത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ. സുവിശേഷകന്മാർ ചിലർ സ്ത്രീ എന്ന് മാത്രം പറയുന്നു. എന്നാൽ യോഹന്നാൻ ഇവിടെ മറിയം എന്നുള്ള പേര് എടുത്തു പറയുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു സ്ത്രീയാണ് ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വന്ന് അവൾ കർത്താവിൻ്റെ പാദത്തിങ്കലിരുന്ന് പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരൊഴുക്കി അവളുടെ തലമുടി കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ തുടച്ച് സുഗന്ധതൈലം പൂശി തൻ്റെ പാപങ്ങൾക്ക് പൊറുതി യാചിച്ച് രക്ഷയിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ ഈ തിരുവചന ഭാഗം ധ്യാനിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഭാപിതാവായിട്ടുള്ള അലക്സാണ്ട്രിയയിലെ സിറിൽ ഇപ്രകാരമാണ് പറയുന്നത്. മത്തായി സുവിശേഷകനും മർക്കോസ് സുവിശേഷകനും ആ പട്ടണത്തിലുണ്ടായിരുന്നൊരു സ്ത്രീ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്നു. സ്ത്രീ എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നതായി പറയപ്പെടുന്നത് തിരുസഭയെയാണ്. തിരുസഭ വിശുദ്ധന്മാരുടെയും പാപികളുടെയും കൂട്ടായ്മയാണല്ലോ. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും, അതിൽ വിശുദ്ധന്മാരുണ്ട്, വിശുദ്ധരാകാനുള്ള പരിശ്രമം നടത്തുന്നവരുണ്ട്, പാപകരമായി ജീവിതം നയിച്ച് അതിൽ നിന്ന് പിന്മാറുവാൻ വേണ്ടി ശ്രമിക്കുന്ന അനേകം വിശ്വാസികളുണ്ട്. ഇങ്ങനെ വിശ്വാസികളുടെ സമൂഹത്തെയാണ് ഈ സ്ത്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ കടന്നു വരുന്നത് ഫരിസേനായിട്ടുള്ള ശിമയോൻ്റെ ഭവനത്തിലേക്കാണ്. അക്കാലയളവിൽ യഹൂദന്മാരുടെ പലതരത്തിലുള്ള പീഡനങ്ങളാൽ വിഷമിച്ചിരുന്ന ക്രിസ്തീയരായിട്ടുള്ള വിശ്വാസികൾക്കുണ്ടാകുന്ന അനുഭവങ്ങളുടെ മധ്യത്തിലാണ് ഇവ എഴുതപ്പെടുന്നത്.
എന്നിട്ട് അലക്സാണ്ട്രിയയിലെ സിറിൽ പറയും, ഈ പ്രീശനായിട്ടുള്ള ഫരിസേയനായിട്ടുള്ള ശിമയോൻ അവൻ യഹൂദ സിനഗോഗിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. യഹൂദന്മാരുടെ സിനഗോഗിൽ അക്കാലയളവിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആർക്കും തന്നെ പ്രവേശനമുണ്ടായിരുന്നില്ല. അവരെ പുറത്താക്കിയിരുന്നു, അവരെ പാപികളായി കരുതിയിരുന്നു, അവരെ നിന്ദിച്ചിരുന്നു, എല്ലാ തരത്തിലും അവരെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, തിരുസഭയുടെ പ്രതീകമായിട്ടുള്ള ഈ സ്ത്രീ യേശുവിൻ്റെ പാദത്തെങ്കിലേക്ക് വരികയാണ്. യേശുവിൻ്റെ പാദത്തെങ്കൽ വന്നുകൊണ്ട് അവൾ ചെയ്യുന്ന കാര്യം എന്താണ്? അവൾ ആദ്യം ചെയ്യുന്ന കാര്യം യേശുവിൻ്റെ പാദത്തിൻ്റെ അരികിൽ അവൾ ഇരുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ പാദത്തിൻ്റെ അരികിൽ അവൾ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ പാദത്തിനരികെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിശേഷമായിട്ടുള്ള ഒരർത്ഥം കൊണ്ട് നിറഞ്ഞതാണ്. സാധാരണഗതിയിൽ ഗുരുക്കന്മാരുടെ അരികിൽ ശിഷ്യന്മാർ പാദത്തിനരികെ ഇരുന്ന് വചനം കേൾക്കുകയും പഠനം നടത്തുകയും പ്രബോധനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി പഴയ നിയമ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പ്രാചീന കാലയളവിൽ ഒത്തിരിയേറെ സംസ്കാരങ്ങളിൽ അങ്ങനെയാണ്. ഗുരുക്കന്മാരുടെ പാദത്തിൻ്റെ അരികിൽ ശിഷ്യന്മാർ ഇരിക്കുന്ന രീതിയുണ്ട്. വചനം പഠിക്കുക, പ്രബോധനം സ്വീകരിക്കുക, ശിഷ്യപ്പെടുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, പാപിനിയായിട്ടുള്ളൊരു സ്ത്രീ ഈശോയുടെ പാദത്തിനരികെ ഇരുന്നു കൊണ്ട് അവൾ ശിഷ്യത്വത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരികയാണ്. വചനം പഠിക്കുവാനും ദൈവവചന പ്രബോധനത്തിലേക്ക് തൻ്റെ ജീവിതം സമർപ്പിക്കാനും ഈ പാപിനിയായ സ്ത്രീ തയ്യാറായി നിൽക്കുകയാണ്. യേശുവിൻ്റെ പാദത്തിൻ്റെ അരികെ ഇരുന്ന് യേശുവിൻ്റെ ശിഷ്യയായിത്തീരുന്ന ഈ പാപിനിയായ സ്ത്രീ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും പ്രതീകമാണ്. നമ്മളെല്ലാവരും പാപികളാണല്ലോ. പലതരത്തിലുള്ള പാപത്താൽ വലയുന്നവരും ക്ലേശിക്കുന്നവരും ദുഃഖിതരുമാണ് നമ്മൾ. പാപത്തിൻ്റെ ചായ്വിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തുന്നവരാണ് നമ്മൾ. നമ്മൾ യേശുവിൻ്റെ വഴിയിലേക്ക് കടന്നു വരുന്നതിൻ്റെ പ്രതീകമായിട്ട് ഈ പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ പാദത്തിൻ്റെ അരികെ ഇരുന്ന് ശിഷ്യത്വത്തിൻ്റെ വഴി സ്വീകരിക്കുകയാണ്. ലൂക്കാ സുവിശേഷകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യനാവുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ അനുഗമിക്കുക എന്നാണ് അർത്ഥം. അവിടുത്തെ അനുഗമിക്കുക, അവിടുത്തെ കാലടികൾ പിൻചെല്ലുക എന്നാണ് അർത്ഥം. യേശു നടന്ന വഴിയിലൂടെ ഒരാൾ നടക്കുമ്പോഴാണ് അയാൾ ശിഷ്യനായിട്ട് മാറുന്നത്. യേശുവിൻ്റെ വഴി എന്താണ്? അത് കുരിശിൻ്റെ വഴിയാണ്, അത് യാഗത്തിൻ്റെ വഴിയാണ്. ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ് സന്തോഷവും ദുഃഖങ്ങളും, ജീവിതത്തിൻ്റെ രോഗവും ആരോഗ്യവും പ്രതിസന്ധികളുമെല്ലാം. ഈ കുരിശിൻ്റെ വഴിയിലൂടെ, ഈ യാഗത്തിൻ്റെ വഴിയിലൂടെ, ഈ ക്ലേശത്തിൻ്റെ വഴിയിലൂടെ യേശുവിൻ്റെ കാലടികളെ പിൻചെല്ലുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സുവിശേഷത്തിലെ ശിഷ്യൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കിന്നേ ദിവസം ധ്യാന വിഷയമാക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള ചിന്തയാണ്, ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണോ? യേശുവിനെ യഥാർത്ഥത്തിൽ പിൻചെല്ലുന്ന വ്യക്തിയാണോ? ഞാൻ അനുതാപത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വന്ന് യേശുവിൻ്റെ കാലടികളെ പിൻചെല്ലുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ പാപിനിയായ സ്ത്രീയെപ്പോലെ നമുക്കും ഒരു വലിയ സാധ്യത തുറന്നു കിട്ടുകയാണ്. യേശുവിനെ അനുഗമിക്കാനുള്ള സാധ്യത, യേശുവിൻ്റെ ശിഷ്യയും ശിഷ്യനുമാകാനുള്ള സാധ്യത നമുക്ക് തുറന്നു കിട്ടുകയാണ്. അവൾ പാദത്തിനരികെ ഇരുന്നു യേശുവിൻ്റെ ശിഷ്യയായി തീരുവാനുള്ള അവളുടെ തീരുമാനം അവൾ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. നമ്മളെപ്പോഴൊക്കെ കർത്താവിൻ്റെ പാദത്തിൻ്റെ അരികെ ഇരുന്ന് സുവിശേഷം കേട്ട്, സുവിശേഷം ധ്യാനിച്ച്, സുവിശേഷ വഴികളിലൂടെ നടക്കാൻ ശ്രമിക്കുന്നോ, അപ്പോഴെല്ലാം നമ്മുടെ പേര് ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ എന്നായിരിക്കും. നമ്മൾ വചനകൂടാരങ്ങളിൽ സമ്മേളിച്ച് കർത്താവിൻ്റെ പാദത്തിൻ്റെ അരികെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അവ കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വഴിയെ നടക്കാനുള്ള ശ്രമം നടത്തുമ്പോഴെല്ലാം നമ്മൾ ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ വഴിയിലാണെന്നുള്ള വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് നമുക്ക് തരുന്നത് ഒരു വലിയ വിളിയാണ്. ഈ പാപിനിയായ സ്ത്രീയെപ്പോലെ ഈശോയുടെ പാദത്തിൻ്റെ അരികെ ഇരുന്ന് വചനം കേൾക്കാനും വചനം പഠിക്കാനും കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ വിളി സ്വീകരിച്ച് അവിടുത്തെ അനുഗമിക്കാനുമുള്ള
വലിയൊരു വിളി കർത്താവ് ഇന്ന് നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീ അവൾ കണ്ണുനീരുകൊണ്ട് കർത്താവിൻ്റെ പാദം കഴുകുകയാണ്. ശിഷ്യയായി തീർന്നിരിക്കുന്ന പാപിനിയായ ഈ സ്ത്രീ കർത്താവിൻ്റെ പാദങ്ങൾ കഴുകുന്നത് തൻ്റെ കണ്ണുനീരുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീർ അത് അനുതാപത്തിൻ്റെ അടയാളമാണ്, സ്നേഹത്തിൻ്റെ അടയാളമാണ്, ദുഃഖത്തിൻ്റെ അടയാളമാണ്. നമുക്ക് വലിയ സന്തോഷമുണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ കണ്ണുനീര് പൊഴിക്കും. നമുക്ക് വലിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കരയും. നമുക്ക് ജീവിതത്തിൽ ലഭിക്കാനാവാത്ത വലിയൊരു സന്തോഷം, വലിയൊരു ആനന്ദം ലഭിച്ചു കഴിയുമ്പോഴും നമ്മൾ സന്തോഷത്താൽ കണ്ണുനീര് പൊഴിക്കും. നോക്കിക്കേ, ഈ സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ ഓർത്തോർത്ത് കരയുകയാണ്. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപങ്ങൾ ഓർത്ത് അനുതാപത്തിൻ്റെ കണ്ണുനീര് അവൾ പൊഴിക്കുകയാണ്. അനുതാപത്തിൻ്റെ കണ്ണുനീർ എന്ന് പറയുന്നത് ഒരു കൃപാവരം തന്നെയാണ്, ഒരു കൃപാവരമാണ്. ദൈവം ചില മനുഷ്യർക്ക് നൽകുന്ന ഒരു കൃപയാണ് അനുതാപത്തിൻ്റെ കണ്ണുനീർ. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപങ്ങൾ ഓർത്ത് അനുതപിച്ച് കണ്ണുനീർ പൊഴിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു കൃപയാണ്, അത് വലിയൊരു പുണ്യമാണ്. വിശുദ്ധ പത്രോസിനെ പറ്റി ഒരു പാരമ്പര്യം ഇങ്ങനെയുണ്ട്. പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. ഉയർപ്പിക്കപ്പെട്ട ഈശോയുടെ മുമ്പിൽ പത്രോസ് തൻ്റെ അനുതാപം, തൻ്റെ പാപസങ്കീർത്തനം 3 തവണ ഏറ്റുപറഞ്ഞു. അങ്ങനെ വീണ്ടും ഈശോയുമായിട്ടുള്ള അഭേദ്യമായൊരു ബന്ധത്തിലേക്ക് കടന്നു വന്നു. ഈശോ പത്രോസിനെ ആദ്യത്തെ പോപ്പാക്കി, മാർപ്പാപ്പയാക്കി ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ചരിത്രം, പാരമ്പര്യം, ക്രിസ്തീയ പാരമ്പര്യം ഇങ്ങനെ പറയും, പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പലരും പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ മുഖത്ത് കണ്ണുനീർ ചാലുകൾ രൂപപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അതൊരു വടുക്കളായി മാറി, ഒരു പാടായിട്ട് മാറിയിരുന്നു. അതായത് തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഈശോയെ തള്ളിപ്പറഞ്ഞതിനെ ഓർത്ത് പത്രോസ് പലതവണ ദുഃഖിക്കുകയും വിഷമിക്കുകയും അനുതപിക്കുകയും ദൈവതിരുസന്നിധിയിൽ കരയുകയും ചെയ്യുമായിരുന്നു. പത്രോസിന് അനുതാപത്തിൻ്റെ കണ്ണുനീരിൻ്റെ വരം, കൃപ ലഭിച്ച വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യേശുവിൻ്റെ വഴിയെ നടക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കും ഈ അനുതാപത്തിൻ്റെ അഭിഷേകമുണ്ടായിത്തീരണം. അതായത് ദൈവത്തെ വേദനിപ്പിച്ചല്ലോ എന്നോർത്ത്, ദൈവത്തെ മുറിവേൽപ്പിച്ചല്ലോ എന്നോർത്ത്, എൻ്റെ പാപം നിമിത്തം എൻ്റെ കർത്താവിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നോർത്ത് സങ്കടപ്പെടാനും അനുതപിക്കാനും കണ്ണുനീർ പൊഴിക്കാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കൃപയുടെ അഭിഷേകത്തിലേക്ക്, ശിഷ്യൻ്റെ മനോഭാവത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ മൂന്നാമതായി ചെയ്യുന്ന കാര്യം വളരെ വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണ്. അവൾ സുഗന്ധ തൈലമെടുത്ത് കർത്താവിൻ്റെ പാദങ്ങളിൽ പൂശാൻ തുടങ്ങിയെന്നാണ്. കർത്താവിൻ്റെ പാദങ്ങൾ സുഗന്ധ തൈലം കൊണ്ട് അവൾ അഭിഷേചിച്ചു. യഹൂദ പാരമ്പര്യമനുസരിച്ച് സാധാരണഗതിയിൽ സുഗന്ധ തൈലം പൂശുന്നത് ശിരസിലാണ്. ശിരസിൽ സുഗന്ധ തൈലം പൂശുമ്പോൾ അത് ആ വ്യക്തിയോടുള്ള ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും അടയാളമായിട്ട് യഹൂദന്മാർ കണക്കാക്കും. പാദങ്ങളിൽ തൈലം പൂശുന്ന രീതി യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ കാണുന്നില്ല. എന്നാൽ പാപിനിയായിട്ടുള്ള ഈ സ്ത്രീ കർത്താവിൻ്റെ പാദത്തിൻ്റെ അരികെയിരുന്നു. അവൾക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും സാധിക്കാത്ത വണ്ണം എളിമ കൊണ്ട്, അനുതാപം കൊണ്ട് അവൾ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അവൾ കണ്ണുനീരുകൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ടത് തുടച്ചു. എന്നിട്ട് സുഗന്ധ തൈലം കർത്താവിൻ്റെ പാദത്തിങ്കൽ പൂശി. ആത്മീയ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ ഇങ്ങനെ പറയും, പാദത്തിൽ തൈലം പൂശുന്നത് വഴിയായി അവൾ കർത്താവിനോടുള്ള അഗാധമായിട്ടുള്ള വിധേയത്വം, സറണ്ടർ, തന്നെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്നതിൻ്റെ, ആത്മാർത്ഥമായിട്ടുള്ള അർപ്പണത്തിൻ്റെ, തന്നെ ഈശോയ്ക്ക് വിധേയപ്പെടുത്തുന്നതിൻ്റെ അടയാളമായി അവൾ
തൈലം പൂശി കർത്താവിൻ്റെ പാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീയുടെ ഈശോയോടുള്ള ശിഷ്യത്വത്തിൻ്റെ വളർച്ചയുടെ പടികൾ നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. ഒന്നാമതായിട്ടവൾ കർത്താവിൻ്റെ പാദത്തിങ്കൽ ഇരുന്ന് കർത്താവിൻ്റെ വചനത്തെ അവൾ കേൾക്കാൻ തുടങ്ങി. രണ്ടാമതായി ആ വചനം കേട്ട് അനുതാപത്തിൻ്റെ അഭിഷേകത്തിലേക്ക് അവൾ കടന്നു വന്ന് കണ്ണുനീരുകൊണ്ട് അവൾ പാപസങ്കീർത്തനം നടത്തി. അവൾ കൃപയിലേക്ക് കടന്നു വന്നു. മൂന്നാമതായി അവൾ തൈലാഭിഷേകം നടത്തിക്കൊണ്ട് അവൾ ഈശോയോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ അവൾ തൈലം പൂശിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവനായിട്ടുള്ള യൂദാസ് അവളെ വിമർശിക്കുകയാണ്. ഇത്രയേറെ വിലയേറിയ സുഗന്ധ തൈലം എന്തിനാണ് അവൾ നശിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. കാരണം ഈ സുഗന്ധ തൈലം അവൾ പൂശുന്നത് കർത്താവിൻ്റെ പാദങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ സുഗന്ധ തൈലത്തെപ്പറ്റി കൂടെ ഒരു വാക്ക് പറയുകയാണ്. ഈജിപ്തിലെ അലബാസ്റ്റർ മലനിരകളിൽ നിന്നെടുക്കുന്ന ഒരു പ്രത്യേകതരം മണ്ണുപയോഗിച്ച്, അതൊരു വിലയേറിയ മണ്ണാണ്, ഈ വിലയേറിയ മണ്ണുപയോഗിച്ചിട്ടാണ് ഈ സുഗന്ധ തൈലം സൂക്ഷിക്കാനുള്ള പാത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഒരിക്കൽ അത് പൊട്ടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് ആ പാത്രങ്ങൾ അതോടെ ഇല്ലാതായിത്തീരും, നശിച്ചു പോവും. രണ്ടാമതായിട്ട് ഈ സുഗന്ധ തൈലത്തിന് ആകെ ചെലവാകുന്ന തുക എന്ന് പറയുന്നത് 300 ദനാറയാണ്. പ്രിയപ്പെട്ടവരെ, അക്കാലയളവിൽ ഒരു ദിവസം ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന വേതനമാറും 1 ദനാറ. മത്തായി സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരെക്കുറിച്ചുള്ള ഉപമയിൽ 1 ദനാറയാണ് വേതനമായിട്ട് ഒരു ദിവസം ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 300 ദനാറ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൻ്റെ ഭൂരിഭാഗവും അധ്വാനിച്ചാൽ കിട്ടുന്ന അത്രമാത്രം തുക ഉപയോഗിച്ച് ഇവൾ സമ്പാദിച്ചിരിക്കുന്ന വിലയേറിയ സുഗന്ധ തൈലം അവൾ കർത്താവിൻ്റെ പാദങ്ങളിൽ പൂശുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തൈലാഭിഷേകം സൂചിപ്പിക്കുന്നത് അവളുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യവും, സമസ്ത സമ്പാദ്യവും ഉപയോഗിച്ച് അവൾ സ്വന്തമാക്കിയിട്ടുള്ള അവളുടെ ജീവിതത്തിൻ്റെ ഉപജീവനത്തിൻ്റെ മുഴുവൻ തുകയായിട്ടുള്ള, അധ്വാനത്തിൻ്റെ മുഴുവൻ തുകയായിട്ടുള്ള ആ പണം ഉപയോഗിച്ച് അവൾ സ്വന്തമാക്കിയ സുഗന്ധ തൈലം അവളുടെ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. അവൾ ഈശോയുടെ പാദങ്ങളിൽ പുരട്ടി തൈലാഭിഷേകം നടത്തി അവൾ സ്വന്തം ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ പാപിനിയായ സ്ത്രീ ഈ സുഗന്ധ തൈല അഭിഷേകം നടത്തിക്കൊണ്ട് തന്നെ സമർപ്പിക്കുന്നത്? അവൾ പാപിനിയാണ് എന്നൊരു സൂചനയുണ്ട് ബൈബിളിൽ. എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്ത് സ്വന്തം ജീവിതത്തെ തന്നെ അവൾ നശിപ്പിച്ചവളാണ്. എല്ലാവരും അവളുടെ ശരീരത്തെ സ്നേഹിച്ചപ്പോൾ ഇതാ അവളുടെ ആത്മാവിനെ മാത്രം സ്നേഹിച്ച് അവൾക്ക് നിത്യരക്ഷ നൽകാൻ കാത്തിരിക്കുന്ന രക്ഷകനായ ക്രിസ്തുവിനെ അവൾ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ ആ ക്രിസ്തുവിൻ്റെ മുമ്പിൽ അവൾ ജീവിതം എന്നേക്കുമായിട്ട് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുതാപത്തിലേക്കും രക്ഷയിലേക്കും മനസാന്തരത്തിലേക്കും നമ്മെ ക്ഷണിക്കുന്ന വ്യക്തിയായിട്ട് മറിയം എന്ന് പറയുന്ന ഈ പാപിനി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രതീകമാണ് ഈ സ്ത്രീ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അനുതാപത്തിലൂടെ, മനസാന്തരത്തിലൂടെ, ശിഷ്യത്വത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മുഴുവനും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്കും കർത്താവിൻ്റെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കാളികളായി തീർന്ന് ആത്മരക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. La 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 la
സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും.